ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ ബജറ്റ് പെട്ടിയിലേക്ക് കണ്ണുനട്ട് നിൽക്കുകയാണ്. രാജ്യം 11 മണിക്ക് ബജറ്റ് അവതരണം തുടങ്ങാൻ പോകുന്നു. പാർലമെന്റിൽ പ്രത്യേക മന്ത്രിസഭാ യോഗം, ബജറ്റിന് മുന്നോടിയുള്ള മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. 11 മണിക്ക് ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ? എന്ത് പ്രത്യേകതയാണ് ഈ ബജറ്റിൽ ഉണ്ടാവുക? രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് അനുഗുണമാകുന്ന പ്രഖ്യാപനങ്ങളാണ് ബജറ്റ് ഭാഗമായി ഉണ്ടാകുക എങ്കിലും അക്കാര്യത്തിൽ എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടാകും? തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകമായ പരിഗണന ഉണ്ടാകുമോ? ഇപ്പോൾ നികുതി ഘടനയിൽ കാര്യമായ മാറ്റം ആരും പ്രതീക്ഷിക്കുന്നില്ല എങ്കിൽ പോലും അക്കാര്യത്തിലും എന്തെങ്കിലും ഇടപെടലുകൾ, പ്രത്യേകമായ മാറ്റങ്ങൾ ഉണ്ടാകുമോ തുടങ്ങി ഒട്ടേറെ കൗതുകങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പി ബസന്ത് നേരത്തെ ഒരു വാർത്ത പങ്കുവച്ചിരുന്നല്ലോ, GST വരുമാനവുമായി ബന്ധപ്പെട്ട്. ഈ GST വരുമാനവുമായി ബന്ധപ്പെട്ട ആ കണക്കുകൾക്ക് എത്രത്തോളം പ്രാധാന്യം ഈ ദിവസത്തിൽ കൈവരുന്നുണ്ട്? കഴിഞ്ഞ ജനുവരിയുമായി തട്ടിക്കുമ്പോൾ വലിയ വളർച്ചയാണോ? കഴിഞ്ഞ ജനുവരിയുമായി ചേർത്ത് നോക്കുമ്പോൾ 6.2% വളർച്ചയാണ് ഇപ്പോൾ GSTയിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ കൊല്ലം 2026 ജനുവരിയിലെ GST വളർച്ച, അതായത് ഇന്നലെ അവസാനിച്ച ദിവസം കണക്കാണെങ്കിൽ 1,93,000-ലധികം കോടി രൂപയുടെ വരുമാനമാണ് GSTയിൽ ലഭിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ആ കണക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അതായത് സർക്കാരിൻ്റെ കൈവശം വലിയ തോതിൽ വരുമാനം വരുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് അടിസ്ഥാന സൗകര്യ വികസനത്തിനായിരുന്നാലും കാർഷിക മേഖലയിലേക്കുള്ള നീക്കിയിരിപ്പായിരുന്നാലും മറ്റ് ജനപ്രിയ വിഷയങ്ങളുള്ള അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ തോതിൽ പണം ചെലവാക്കാനുള്ള ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ സർക്കാർ ഉള്ളത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ജനപ്രിയമാക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾക്ക് വേണ്ടിയുള്ള ചെലവാക്കൽ ഉണ്ടാകുമോ എന്നുള്ളതാണ്. അതിൽ ഈ പറയുന്ന ഇടത്തരക്കാരെ ഒപ്പം നിർത്തുക എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞു, ഒരു ബീഹാർ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം. മക്കാന ബോർഡ് വരുന്നു, റെയിൽവേയുടെ തന്നെ വിവിധ പദ്ധതികൾ, വലിയ പദ്ധതികൾ ബീഹാറിന് വേണ്ടി പ്രഖ്യാപിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഇടത്തരക്കാർക്ക് 12 ലക്ഷം രൂപ വരെ ആദായ നികുതിയിൽ ഇളവ് പരിധി നിശ്ചയിക്കുന്ന ഒരു സാഹചര്യം വരുന്നു. അപ്പോൾ ഈ ആദായ നികുതി മേഖലയിൽ നമുക്ക് നികുതി ഘടനയിൽ മാറ്റം വരില്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ജനം പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ്. അതായത് ആദായ നികുതിയിൽ വലിയ തോതിലുള്ള ഇളവുകൾ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ. 5 സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് വലിയ സംസ്ഥാനങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെയുള്ള സാധാരണക്കാരനെയും ഇടത്തരക്കാരെയും ഒപ്പം കൂട്ടാനുള്ള പ്രഖ്യാപനങ്ങളിൽ ഏറ്റവും സുപ്രധാനമായിട്ട് വരുന്നത് ഈ ആദായ നികുതിയിൽ വരുത്താവുന്ന മാറ്റങ്ങൾ തന്നെയാണ്. അതിൽ കഴിഞ്ഞ ഈ പുതിയ സ്കീം, ആദായ നികുതിയുമായി ബന്ധപ്പെട്ട പുതിയ സ്കീമിലേക്ക് ഏകദേശം 90% പേരും മാറിക്കഴിഞ്ഞു എന്നാണ് ഒരു കണക്കുള്ളത്. പക്ഷേ ഉറപ്പായും 72%-ലധികം കഴിഞ്ഞ കൊല്ലം തന്നെ മാറിയിരുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് പുതിയ സ്കീം കുറച്ചുകൂടി ആകർഷകമാക്കുന്ന എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ വരുമോ എന്നുള്ളതാണ്. പഴയ സ്കീം പൂർണ്ണമായി എടുത്ത് കളയും എന്ന് പറയുന്ന ധനകാര്യ വിദഗ്ധരുണ്ട്. പക്ഷേ അതിൽ ചില ഭേദഗതികൾ വരുത്താൻ മാത്രമേ സാധ്യതയുള്ളൂ എന്ന് പറയുന്നു. കാരണം പുതിയ നിയമത്തിൽ ഈ പഴയ സ്കീമിനെ കുറിച്ച് പരാമർശമുണ്ട്. അപ്പോൾ പൂർണ്ണമായും എടുത്ത് കളയാനുള്ള ഒരു സാധ്യത വളരെ വിരളമാണ്. ഏതായാലും പുതിയ സ്കീം കുറച്ചുകൂടെ ആകർഷകമാക്കുക എന്നുള്ളതാണ്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ പുതിയ സ്കീമിൽ 75,000 ആയിരുന്നത് 1 ലക്ഷമാക്കി ഉയർത്തിക്കൊണ്ടുള്ള എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ വരുമോ എന്നുള്ളത്. അതോടൊപ്പം തന്നെ നേരത്തെ ചർച്ച ചെയ്ത പോലെ തന്നെ ICAI നൽകിയൊരു നിർദ്ദേശമുണ്ട്, ജോയിൻറ്റ് ടാക്സേഷൻ എന്ന് പറയുന്നത്. അതായത് വിവാഹിതരായ ദമ്പതികളുടെ വരുമാനത്തിന് ഒറ്റ ടാക്സ് എന്നുള്ള തരത്തിൽ. അതായത് ഇപ്പോൾ ആദായ നികുതി എന്ന് പറയുന്നത് വ്യക്തികൾക്കാണ്. ഭാര്യയ്ക്കും ഭർത്താവിനും ജോലി ഉണ്ടെങ്കിൽ രണ്ടുപേരും ടാക്സ് അടയ്ക്കേണ്ട ഒരു സാഹചര്യം, അല്ലെങ്കിൽ റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നു. അപ്പോൾ ഇത് ഒന്നാക്കി ഒരു ജോയിൻറ്റ് ടാക്സേഷൻ, കപ്പിൾ ടാക്സ് എന്ന് പറയുന്ന ഒരു നിർദ്ദേശം ICAI മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത് എത്രത്തോളം ധനമന്ത്രിയും സ്വീകരിക്കും എന്നറിയില്ല. പക്ഷേ പല വിദേശ രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു സംവിധാനമുണ്ട്. ഈ അമേരിക്കയിലുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങൾ പലയിടത്തുമുണ്ട്. പലയിടത്തും മക്കളുടെ വരുമാനം കൂടി ചേർത്തുകൊണ്ടുള്ളൊരു സംയുക്ത ഒറ്റ ടാക്സ് എന്നുള്ളൊരു സംവിധാനമുണ്ട്. ഇന്ത്യയിൽ അത് എത്രത്തോളം ഇത് ചെയ്യും എന്നറിയില്ല. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ കുറച്ചുകൂടി നികുതിയിൽ ഇളവ് ഒരു കുടുംബത്തിന് ലഭിക്കുന്നു എന്നുള്ളൊരു സാഹചര്യം വരുന്നു. അപ്പോൾ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ ബഡ്ജറ്റ് വരുന്നത് എന്നുള്ളതാണ്. സർക്കാരിൻ്റെ കയ്യിൽ പണമുണ്ട്, ആ പണം അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഇറക്കണം. അതോടൊപ്പം തന്നെ ജനങ്ങളുടെ കയ്യിൽ പണം നൽകേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായാൽ അതിനനുസരിച്ച് തന്നെ ഉപഭോഗം വർദ്ധിക്കും എന്നുള്ളതാണ്. സർക്കാരിൻ്റെ ലക്ഷ്യം ലോകത്തിലെ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി ഇന്ത്യയെ മാറ്റുക എന്നതാണ്. അപ്പോൾ അത് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വളർച്ചയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ബഡ്ജറ്റ് തന്നെയായിരിക്കും ഇത്തവണ വരുന്നത്. സ്വാഭാവികമായിട്ടും ഞാൻ ഈ പറഞ്ഞ പോലെ രണ്ടാം ഭാഗത്ത് അതുമായി ബന്ധപ്പെട്ട ചില പ്രഖ്യാപനങ്ങൾ, ചില നയ
പ്രഖ്യാപനങ്ങൾ തന്നെ ഉണ്ടാവും, പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാവും. സാധാരണയായി അത് വളരെ ചെറിയ ഒരു ഭാഗമാണ് പാർട്ട് ബി എന്ന് പറയുന്ന ടാക്സേഷൻ പ്രൊപ്പോസൽസ് ഒക്കെ വരുന്നത്. പക്ഷേ അവിടെ കുറച്ചുകൂടി വിശദീകരിച്ചുകൊണ്ട് ഈ സാമ്പത്തിക പരിഷ്കാരങ്ങളും സാമ്പത്തിക ദീർഘകാല ഹ്രസ്വകാല നടപടികൾ വിശദീകരിക്കാൻ ധനമന്ത്രി തയ്യാറാകും എന്നുള്ളൊരു സൂചനയാണ് ധനമന്ത്രാലയം കഴിഞ്ഞ ദിവസം ശരി. സാധാരണ വ്യത്യസ്തമായി പാർട്ട് ബിയിൽ കുറെ കൂടി ഊന്നലുള്ള പുതിയ പ്രഖ്യാപനങ്ങൾക്കുള്ള സാധ്യത ഉണ്ട് എന്നാണ് വസ്തു ഉൾപ്പെടെ വിശദീകരിക്കുന്നത്.